ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അവളുടെ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കംഫർട്ട് സോണാണ്. നമ്മൾ ഇന്നത്തെ കാലത്ത് ഡെയിലി ബേസിസിൽ ഒരുപാട് സ്ട്രെസ്സിലും ഡിപ്രഷനിലും ഒക്കെ കടന്നു പോകുന്ന ആൾക്കാരായിരിക്കും അല്ലേ നമ്മൾ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു കംഫർട്ട് സോൺ കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഹസ്ബൻഡിൻ്റെ കൂടെ അതൊക്കെ കംഫർട്ട് സോൺ ആയിരിക്കും. എന്നാൽ പോലും നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് ഗ്ലോ അപ്പ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ആർക്കും പകരം തരാൻ പറ്റാത്ത ഒരു സ്പേസ് ആയിരിക്കും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലുള്ളത്. അപ്പം ഇന്ന് ആ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഞാൻ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എല്ലാവരെയും വിളിച്ച് വരുത്തും കേട്ടോ. എപ്പോഴും 2 പേര് മാത്രമേ ഉള്ളൂ വരാത്തത്, അല്ലാണ്ട് ഞങ്ങൾ 3 പേര് എപ്പോഴും കാണും കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് കുറേ നേരമൊക്കെ വെറുതെ ഇരുന്നു. അതിനുശേഷം ബാക്കിൽ നിന്ന് ഒരുങ്ങുന്ന ആ ഒരുത്തി വന്നു. അതിനുശേഷം നമ്മൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നല്ല മഴയായിരുന്നു. അങ്ങനെ ഞങ്ങൾ മഴയത്ത് പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ, അതായത് ഈ ഒരു ഫീലിങ്സ് ഒക്കെ എന്നൊക്കെ പറയുന്നത് എനിക്ക് വലിയൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ കംഫർട്ട് സോൺ ആഗ്രഹിക്കുന്നവരില്ല, കംഫർട്ട് സോൺ കണ്ടെത്തുന്നവർ എന്തായാലും കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ളൊരു കഫേയിൽ പോയി നമുക്ക് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി ചായ കുടിച്ചു. കിളിക്കൂട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ ട്രൈ ചെയ്തു. അതിന് ശേഷം നമ്മളിത് വരുത്തില്ല എന്ന് പറഞ്ഞ ഒരുത്തിയുണ്ടല്ലോ, അവളുടെ വീട്ടിലോട്ട് പോയിട്ടോ. അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഒരു സുന്ദരി പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ അതിനെയൊക്കെ കളിപ്പിച്ച് അവളുമായിട്ട് കുറേ നേരം നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞ് ഓൾമോസ്റ്റ് 1 ഇയറോളം ആയി നമ്മൾ കണ്ടിട്ട്. അപ്പോൾ നമ്മൾ കുറേ വർത്താനം പറയാനുണ്ടായിരുന്നു. അതൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് കേട്ടോ. നമ്മുടെ കൂട്ടത്തിൽ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ. നമ്മൾ 5 ഫിംഗേഴ്സ് പോലെ 5 പേരാണ്. അങ്ങനെ അവൾ ഇച്ചിരി കൂടി ഡിസ്റ്റൻസിലോട്ടാണ് താമസം മാറിയത് കൊണ്ട് അവൾക്ക് വരാൻ പറ്റില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു.